നമസ്കാരം. പാകിസ്ഥാൻ ഇരുട്ടടിയായി കൂനിന്മേൽ കുരു എന്ന പോലെ ഇന്ത്യ ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ചബഹാർ തുറമുഖത്തിനായി ഇന്ത്യ ഇറാനുമായി 10 വർഷത്തെ കരാർ ഒപ്പിട്ട വാർത്ത ലോകം ഉറ്റുനോക്കുകയാണ്. 2016 മോദിയുടെ ഇറാൻ സന്ദർശനത്തിനിടെയാണ് ചബഹാർ സംബന്ധിച്ച പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചത്. ലോകത്തെ ആഞ്ഞടിക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയുടെ കേന്ദ്രമായ ഇറാനിലേക്ക് നിർണായകമായ ഒരു സന്ദർശനത്തിനിടെ അടുത്ത 10 വർഷത്തേക്ക് ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിന് ടെഹ്റാനുമായി കരാറിൽ ഇന്ത്യ ഏർപ്പെടുന്നത് വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. വിദേശത്തുള്ള ഒരു തുറമുഖത്തിന്റെ പ്രവർത്തന നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യ സംഭവമാണ് ഇത്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, വിശാലമായ യുറേഷ്യൻ വിസ്തൃതി എന്നിവയിലേക്കുള്ള ഇന്ത്യയുടെ സുപ്രധാന കണക്ടിവിറ്റി വഴിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ചബഹാർ തുറമുഖം പാകിസ്ഥാന്റെ ഗാദ്വാർ തുറമുഖത്തിനും ചൈനയുടെ അഭിലാഷമായ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിനും എതിരായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യയുടെ പ്രവേശനം സുഗമമാക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ചബഹാറിനെ സംയോജിപ്പിക്കാനുള്ള പദ്ധതികൾ നടന്നുവരികയാണ്. അപ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധം, ഇപ്പോഴത്തെ ഈ കരാർ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എടുത്തു പറയണം. ചബഹാർ തുറമുഖം കൈകാര്യം ചെയ്യാൻ പ്രസ്തുത കരാർ ഇന്ത്യയെ വലിയ രീതിയിൽ ശാക്തീകരിക്കും. അതിന്റെ വിപുലീകരണത്തിന് സാമ്പത്തിക പിന്തുണയുമുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി നിർണായകമായ വ്യാപാര പാതകളെ ബാധിക്കുന്നതിനാൽ ഈ കരാർ നിർണായകമാണ് എന്നുള്ളത് അടിവരയിട്ട് പറയണം. കഴിഞ്ഞ ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും തമ്മിൽ നടന്ന ചർച്ചകളിലും അതേപോലെ തന്നെ നവംബറിൽ വീണ്ടും ഗാസ പ്രതിസന്ധിയെക്കുറിച്ചുള്ള സംഭാഷണത്തിലും ചബഹാർ തുറമുഖം ശ്രദ്ധേയമായിരുന്നു എന്നത് എടുത്തു പറയണം. ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കേവലം ഒരു വഴി എന്ന നിലയിൽ അതിന്റെ പങ്കിനെ മറികടക്കുന്നുണ്ട്. ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര ധമനിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കരാർ ഒപ്പിട്ട ശേഷം ടെഹ്റാനിൽ ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞത് അർത്ഥവത്തായ വസ്തുതകളാണ്. ഈ ബന്ധം മേഖലയിലുടനീളമുള്ള വ്യാപാരത്തിനും ഉറപ്പുള്ള വിതരണ ശൃംഖലയുടെ പ്രതിരോധത്തിനും പുതിയ വഴികളാണ് തുറന്നുകൊടുത്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിൽ ദീർഘകാല കരാർ ഒപ്പിട്ടതായിട്ട് ഇരു രാജ്യങ്ങളിലെയും അധികൃതരാണ് അറിയിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. കരാർ പ്രകാരം IPGN ഏകദേശം $120 മില്യൺ നിക്ഷേപിക്കും. കൂടാതെ $250 മില്യൺ അധികമായി ധനസഹായം നൽകുമെന്നും കരാറിന്റെ മൂല്യം $370 മില്യൺ എത്തിക്കുമെന്നും ഇറാൻ റോഡ് നഗരവികസന മന്ത്രി മെഹർദാദ് ബാസർബാഷ് പറഞ്ഞിട്ടുണ്ട്. 2018 അവസാനത്തോടെ IPGL ആദ്യമായി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അതിനുശേഷം 90,000 TEUകളുടെ കണ്ടെയ്നർ ട്രാഫിക്കും 8.4 ദശലക്ഷം ടണ്ണിലധികം ബൾക്ക് ജനറൽ കാർഗോയും കൈകാര്യം ചെയ്തതായിട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചബഹാർ തുറമുഖം വഴി ഇന്ത്യയിൽ നിന്ന് 2.5 ദശലക്ഷം ടൺ ഗോതമ്പും 2000 ടൺ പയറുവർഗ്ഗങ്ങളും അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറയുന്നുണ്ട്. കരാറിന്റെ ഭാഗമായി ചബഹാർ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യ MHCകൾ, RMQCകൾ, RTGCകൾ, റീച്ച് സ്റ്റാക്കറുകൾ, അതേപോലെ ഫോക്ക് ലിഫ്റ്റുകൾ, ന്യൂമാറ്റിക് അൺലോഡറുകൾ തുടങ്ങിയവ വാങ്ങുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനുതകുന്ന വർദ്ധിച്ച വ്യാപാര നിക്ഷേപ അവസരങ്ങൾക്ക് ഈ കരാർ വഴിയൊരുക്കുന്നുണ്ട്. ഈ കരാറിൽ ഒപ്പിട്ടതോടെ ചബഹാറിൽ ഇന്ത്യയുടെ ദീർഘകാല ഇടപെടലിന് അടിത്തറയിട്ടതായിട്ടാണ് സോനോവാൾ പറഞ്ഞത്. ഈ കരാർ ഒപ്പിടുന്നത് എല്ലാ രീതിയിലും ഗുണകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചബഹാർ ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖം മാത്രമല്ല, മറിച്ച് നോട്ടിക്കൽ വീക്ഷണകോണിൽ ഇത് മികച്ച തുറമുഖം കൂടിയാണ്. ഊർജ്ജസമ്പന്നമായ ഇറാന്റെ തെക്കൻ തീരത്ത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം ഇന്ത്യയും ഇറാനും ചേർന്ന കണക്ടിവിറ്റിയും വ്യാപാര ബന്ധവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വികസിപ്പിക്കുന്നു. അതേപോലെ തന്നെ INSTC പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായിട്ട് ഇന്ത്യയും ഇറാനും ഈ തുറമുഖത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കത്തിനുള്ള 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള മൾട്ടി റോഡ് ഗതാഗത പദ്ധതിയാണ് ഈ പറഞ്ഞ INSTC. ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ്. ചബഹാർ തുറമുഖം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഗുജറാത്തിലെ കാണ്ഡ്ല തുറമുഖമാണ് ചബഹാർ തുറമുഖത്തിന് ഏറ്റവും അടുത്തുള്ളത്. 550 നോട്ടിക്കൽ മൈൽ. ചബഹാറും മുംബൈയും തമ്മിലുള്ള ദൂരം 786 നോട്ടിക്കൽ മൈലാണ്. എന്തായാലും ഇന്ത്യ ഇറാൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ പാകിസ്ഥാൻ അന്താളിപ്പോടെ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കൈകോർക്കൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ ഇരിക്കെ പുറത്തു കൊടുക്കാത്ത കാര്യം തന്നെയാണ് ഇത് എന്നതിലും തർക്കമില്ല. എന്തായാലും പുതിയ നീക്കത്തിലൂടെ ഇന്ത്യയും ഇറാനും തമ്മിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്നു കാണാം.